ഒരു വ്യക്തി എങ്ങനെ ഒരു പീപ്പിൾ പ്ലീസറായി മാറുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ നമ്മളുടെ കുട്ടികളെ പീപ്പിൾ പ്ലീസേഴ്സായി മാറാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അറിയാനും അത് ഓവർകം ചെയ്യാനും ഈ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഐ എം ഷാരിക. വെൽക്കം ടു ബ്രേക്കിംഗ് സൈക്കിൾസ്. നമ്മളുടെ കുട്ടികളെ സ്വന്തം അഭിപ്രായങ്ങളോ ഇഷ്ടങ്ങളോ നോക്കാതെ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്ന ഒരാളായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല അല്ലേ? ശരിയാണ്, നമ്മൾ സോഷ്യലി ഇൻവോൾവ് ആവേണ്ടതും മറ്റുള്ളവരുമായിട്ട് ഗുഡ് ടേംസിൽ പോകേണ്ടതും ആവശ്യമാണ്. പക്ഷേ അതിനർത്ഥം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും ഇമോഷൻസും ഒന്നും കൺസിഡർ ചെയ്യാതെ എന്തും ചെയ്യണമെന്നല്ല. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങൾ തീരെ കൺസിഡർ ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ ഭാവിയിൽ അവരുടെ ലൈഫ് ഒരുപാട് സ്ട്രെസ്ഫുൾ ആവാനും ഒരുപാട് ഡിഫിക്കൽട്ട് ആവാനും ഉള്ള ചാൻസസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ അവരെ പാരൻ്റ് ചെയ്യുന്ന രീതിയും അറിഞ്ഞോ അറിയാതെയോ അതിന് കാരണമാകുന്നുണ്ടാകാം. ഇത് തിരിച്ചറിയുന്നതും നമ്മളുടെ പാരൻറ്റിങ് സ്റ്റൈൽസിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും ഭാവിയിൽ അവരൊരു പീപ്പിൾ പ്ലീസേഴ്സായി മാറാതിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്ക് എപ്പോഴും നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്ന് തോന്നലുള്ളപ്പോഴാണ് അവർ സേഫായിട്ടിരിക്കുക അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുക. തീരെ ചെറുപ്പത്തിലെ കുട്ടികൾ ഇമോഷണൽ ആവുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ അവരുടെ ഇമോഷൻസിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നതെങ്കിൽ അവരുടെ ട്രൂ സെൻസ് ഓഫ് സെൽഫ് മാറ്റിവെച്ച് നമ്മളെ പ്ലീസ് ചെയ്യുന്നതിനും നമ്മളുടെ അറ്റൻഷൻ കിട്ടുന്നതിനും വേണ്ടി ഒരു ഫോൾസ് സെൻസ് ഓഫ് സെൽഫ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ റിയൽ ആയിട്ടുള്ള ഫീലിങ്സിനെ സപ്രസ് ചെയ്ത് നമ്മളെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ മാത്രമാണ് അവർക്ക് സ്നേഹവും അറ്റൻഷനും കിട്ടിയിട്ടുള്ളൂ. കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ കുട്ടികൾ പാരൻസിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഗൈഡൻസും സപ്പോർട്ടുമാണ്. അതിനു പകരം അവർ മിസ്റ്റേക്സ് വരുത്തുമ്പോൾ സ്ഥിരമായിട്ട് അവരെ കുറ്റപ്പെടുത്തുകയും പണിഷ് ചെയ്യുകയും അവരെ മാറ്റി നിർത്തുകയും അവർ ചെയ്ത മിസ്റ്റേക്സിന് പുറത്ത് അവരെ ഷെയിം ചെയ്ത് സംസാരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, സ്ഥിരമായിട്ട് ഈ രീതിയിലാണ് പേരൻസ് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ അവരുടെ കോൺഫിഡൻസ് അഫക്റ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിലും അവരെ എക്സ്റ്റേണൽ വാലിഡേഷൻസ് സീക്ക് ചെയ്യുന്നു. അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ ഒരു വാലിഡേഷൻ കൊടുക്കുമ്പോൾ മാത്രം അത് ശരിയാണെന്ന് തോന്നുകയും മറ്റുള്ളവരുടെ വാലിഡേഷൻ കിട്ടാതെ ആകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ക്രിറ്റിസിസം ഉണ്ടാകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ഒരുപാട് വിഷമത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. ഇങ്ങനെ വളർന്ന കുട്ടികൾ അഡൽഹുഡ് എത്തുമ്പോഴും ഈ പാറ്റേൺസ് ക്യാരി ഓൺ ചെയ്യുന്നു. ലൈഫിലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് പോലും ഒരു കരിയർ ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ സ്വന്തം പാർട്ട്ണർ ചൂസ് ചെയ്യുന്നതായിക്കോട്ടെ അവനവൻ്റെ ഇഷ്ടം നോക്കാതെ ചൂസ് ചെയ്യും. എന്തിനു വേണ്ടി? മറ്റുള്ളവരുടെ വാലിഡേഷനും ആക്സെപ്റ്റൻസും കിട്ടുന്നതിന് വേണ്ടി. ഇങ്ങനെ വളർന്ന കുട്ടികൾക്ക് ക്രിറ്റിസിസത്തിന് ഒരുപാട് പേടിയായിരിക്കും. മറ്റുള്ളവരുമായി ഡിസഗ്രി ചെയ്യാൻ പേടിയായിരിക്കും. കാരണം മറ്റുള്ളവരുടെ ഡിസപ്രൂവൽ അവരുടെ സെൻസ് ഓഫ് സെൽഫിനെ ത്രെട്ടൻ ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം ചെറുപ്പത്തിൽ ഈ കുട്ടികൾക്ക് അവരുടെ പാരൻസിൽ നിന്ന് ആക്സെപ്റ്റൻസ് കിട്ടിയിരുന്നത് അവരെ പ്ലീസ് ചെയ്തിരുന്നപ്പോൾ മാത്രമാണ്. ഇനി നമുക്ക് നോക്കാം നമ്മൾ പാരൻസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളുടെ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയേഴ്സ് ഉണ്ടാക്കാൻ കാരണമാകുന്നത്. കുട്ടികളുടെ ഇമോഷൻസിനെ സ്ഥിരമായിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുന്നത്, കുട്ടികളുടെ ചോയ്സോ ഡിസിഷൻസോ ഒന്നും തീരെ കൺസിഡർ ചെയ്യാതെ സ്ഥിരമായിട്ട് നമ്മളുടെ ഡിസിഷൻസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അവരെ ഫോഴ്സ് ചെയ്യുന്നത്, സ്ഥിരമായി അവരോട് ദേഷ്യപ്പെടുന്നത്, നമ്മളുടെ ഒപ്പീനിയൻസുമായിട്ട് കുട്ടികളെ ഡിസഗ്രി ചെയ്യുമ്പോൾ അവരെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നത്, ഇനി നമ്മൾ പറയുന്നത് എല്ലാം അവർ ചെയ്യുകയും നമ്മളെ എല്ലാ കാര്യത്തിലും അനുസരിക്കുകയും ചെയ്യുമ്പോൾ മാത്രം അവർക്ക് റിവാർഡ്സും അപ്രിസിയേഷനും കൊടുക്കുന്നത്. ഈ രീതിയിലുള്ള നമ്മളെ ഇൻട്രാക്ഷൻസ് കുട്ടികളിൽ പീപ്പിൾ പ്ലീസിങ് ബിഹേവിയേഴ്സ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഭാവിയിൽ നമ്മളുടെ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും ഓപ്പറേഷൻസോ വയലേഷൻസോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നോ പറയാൻ കഴിയണമെങ്കിൽ അവരൊരു പീപ്പിൾ പ്ലീസറായി മാറാതിരിക്കുകയും അവരൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുകയും വേണം അല്ലേ? അതിനുവേണ്ടി ചെറുപ്പം മുതലേ നമുക്ക് അവരെ ഒരു ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യാം, അവരുടെ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്യാം, അവരുടെ നോകളെ റെസ്പെക്റ്റ് ചെയ്യാം. നമ്മളുടെ ഇതുപോലുള്ള ഇൻട്രാക്ഷൻസ് അവരുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.